കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. കാറ്റടിച്ചാലും കോളുയർന്നാലും ജീവിതമാം തോണിയൊന്നു ചാഞ്ഞുലഞ്ഞാലും ഇരുൾ നിറഞ്ഞാലും കരമറഞ്ഞാലും യേശുവന്റെ രക്ഷകനൻ ചാരയുണ്ടല്ലോ. സഹനമാമ്പൻ തിരകൾ മൂടിയെന്നാലും ദുരിതമാകും വൻചുഴികൾ ഏറി വന്നാലും എന്നെ എന്നും കാത്തിടുന്ന യേശു ഉണ്ടല്ലോ. കാറ്റടിച്ചാലും കോളുയർന്നാലും ജീവിതമാം തോണിയൊന്നു ചാഞ്ഞുലഞ്ഞാലും ഇരുൾ നിറഞ്ഞാലും കരമറഞ്ഞാലും യേശുവന്റെ രക്ഷകനൻ ചാരയുണ്ടല്ലോ. വൻതിരകളെന്നതുപോൽ ദുഃഖങ്ങളേറി വരും. പുഞ്ചിരിക്കും ആനന്ദമായി ശാന്തത പിന്നെ വരും. വൻതിരകളെന്നതുപോൽ ദുഃഖങ്ങളേറി വരും. പുഞ്ചിരിക്കും ആനന്ദമായി ശാന്തത പിന്നെ വരും. ജീവിതത്തിൽ ആനന്ദവും ദുഃഖവും മാറി വരും. അപ്പോഴുമൻ കൂടെ നിൽക്കാൻ യേശു വന്നിടും. ജീവിതത്തിൽ ആനന്ദവും ദുഃഖവും മാറി വരും. അപ്പോഴുമൻ കൂടെ നിൽക്കാൻ യേശു വന്നിടും. കാറ്റടിച്ചാലും കോളുയർന്നാലും ജീവിതമാം തോണിയൊന്നു
ചാഞ്ഞുലഞ്ഞാലും ഇരുൾ നിറഞ്ഞാലും കരമറഞ്ഞാലും യേശുവന്റെ രക്ഷകനൻ ചാരയുണ്ടല്ലോ. വൻചുഴികളെന്നതുപോൽ പീഡകളേറിവരും, വെൺവെളിച്ചമെന്നതുപോൽ സൗഖ്യവും പിന്നെ വരും. വൻചുഴികളെന്നതുപോൽ പീഡകളേറിവരും, വെൺവെളിച്ചമെന്നതുപോൽ സൗഖ്യവും പിന്നെ വരും. ജീവിതത്തിൽ പീഡകളും സൗഖ്യവും മാറി വരും. അപ്പോഴും കൂടെ നിൽക്കാൻ യേശു വന്നിടും. ജീവിതത്തിൽ പീഡകളും സൗഖ്യവും മാറി വരും. അപ്പോഴും കൂടെ നിൽക്കാൻ യേശു വന്നിടും. കാറ്റടിച്ചാലും കോളുയർന്നാലും ജീവിതമാം തോണിയൊന്നു ചാഞ്ഞുലഞ്ഞാലും ഇരുൾ നിറഞ്ഞാലും കരമറഞ്ഞാലും യേശുവന്റെ രക്ഷകനൻ ചാരയുണ്ടല്ലോ. സഹനമാം തൻ തിരകൾ മൂടിയെന്നാലും ദുരിതമാകും വൻചുഴികൾ ഏറി വന്നാലും എന്നെ എന്നും കാത്തിടുന്ന യേശുവുണ്ടല്ലോ. കാറ്റടിച്ചാലും കോളുയർന്നാലും ജീവിതമാം തോണിയൊന്നു ചാഞ്ഞുലഞ്ഞാലും ഇരുൾ നിറഞ്ഞാലും കരമറഞ്ഞാലും യേശുവന്റെ രക്ഷകനൻ ചാരയുണ്ടല്ലോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം, അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. റോമാക്കർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വലിയ സ്നേഹം ആവോളം സ്വീകരിച്ചിരിക്കുന്നവരും ആ സ്നേഹത്തിൽ ജീവിക്കുന്നവരും ആ സ്നേഹം സ്വന്തമാക്കിയിരിക്കുന്നവരുമാണ് ഞാനും നിങ്ങളുമെല്ലാം. ഈ ദൈവസ്നേഹത്തിൻ്റെ ആ വലിയ വളർച്ചയിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് ഓർത്തോർത്ത് ധ്യാനിച്ച് ജീവിക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും ഈ ദൈവസ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ സാധിക്കാത്ത ധാരാളം നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങൾ ഒരുപക്ഷെ നമ്മുടെ പാപങ്ങളാകാം, നമ്മുടെ അവിശ്വസ്തതകളാകാം, നമ്മുടെ കുറവുകളാകാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ചും ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹത്തിലേക്ക് എല്ലാവരെയും സ്നേഹാദരങ്ങളോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്ഷമയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ പുണ്യമാണ്. നമുക്ക് ക്ഷമിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം വരിക്കാനായിട്ട് സാധിക്കും.
നമ്മുടെ ക്രൈസ്തവ ജീവിതം ഏറ്റവും മനോഹരമാകുന്നത് ഈ ക്ഷമയുടെ ജീവിതം നയിക്കുമ്പോഴാണ്. ഈ ക്ഷമയെന്ന പുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കോളേജിൽ ഒരു മാസ്റ്റർ ഡിഗ്രി തന്നെ നാം എടുക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ക്ഷമ? ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അർഹിക്കാത്തത് കൊടുക്കുന്നതാണ് ക്ഷമ. കടം ഇളച്ചു കൊടുക്കുന്നതാണ് ക്ഷമ. പൂട്ടിയ ജയിൽ തുറന്നു വിടുന്നതാണ് ക്ഷമയെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനം. യേശു പറഞ്ഞു, പിതാവേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന്. ഈശോയുടെ വലിയ സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് നമുക്കും ഇന്ന് ഏറ്റവും അനുകരണാർഹമായിട്ടുള്ളത്. നമുക്കറിയാം, ഈശോയെ പോലെ നമുക്കും ക്ഷമിക്കാൻ സാധിക്കണമെങ്കിൽ ഈശോ എങ്ങനെയാണ് ക്ഷമിച്ചതെന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒറ്റിക്കൊടുത്ത യൂദാസിനെയും തള്ളിപ്പറഞ്ഞ പത്രോസിനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവരുടെ പാദങ്ങൾ കഴുകി തുടച്ച് ചുംബിച്ചുകൊണ്ടാണ് ഈശോ അവരെ സ്നേഹിച്ചത്. ഇവിടെ നമുക്ക് 3-4 കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ക്ഷമിക്കണമെങ്കിൽ നാം മുട്ടുകുത്തണം, തല കുനിക്കണം, വെള്ളമൊഴിക്കണം, കഴുകണം, ചുംബിക്കണം. നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരോടും ഇപ്രകാരം ചെയ്യാനായാൽ മാത്രമേ ഈശോയുടെ ഈ വലിയ സ്നേഹത്തിൻ്റെ മാതൃക, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃക നമുക്കും സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ക്ഷമിക്കുന്ന സ്നേഹഭാവത്തിലേക്കാണ് ഈ നിമിഷങ്ങളിൽ ഈശോ നമ്മളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കാത്ത ഹൃദയങ്ങൾ പൂട്ടിയ ജയിൽ പോലെയാണെന്ന് മഹാന്മാർ പറയും. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം. നമുക്ക് പൂട്ടിയ ജയിലാകേണ്ട. നമ്മുടെ ഹൃദയഭാവങ്ങൾ തുറന്ന് എല്ലാവരോടും ക്ഷമിക്കുന്ന ഒരു മനോഭാവം സ്വന്തമാക്കി നമ്മുടെ ക്രൈസ്തവ ജീവിതം ഏറ്റവും മനോഹരമാക്കാൻ, ഹൃദ്യതയുള്ളതാക്കാൻ, സമ്പന്നമാക്കാൻ ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ പെട്ടെന്ന് എൻ്റെ ഇടവകയിൽ നിന്ന് നടന്ന ഒരു കാര്യം ഓർമ്മിച്ചു പോവുകയാണ്. 26 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആദ്യത്തെ ഡെലിവറി. വളരെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഒരുങ്ങി അതിന് തയ്യാറായി ആശുപത്രിയിൽ അഡ്മിറ്റായി ആ ഡെലിവറി നടന്നു. പക്ഷേ ഒരു ദിവസം മാത്രമേ സന്തോഷത്തോടെ ആയിരിക്കാൻ ആ വ്യക്തിക്കായുള്ളൂ. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴേക്കും വളരെ പെട്ടെന്ന് ശ്വാസതടസ്സമുണ്ടായി, മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവരെ ഐസിയുവിൽ കയറ്റി 1 മണിക്കൂറിനുള്ളിൽ മരിക്കുകയാണ്. വലിയ ഒരു സംഭവം നടന്നതിൻ്റെ ആഘാതത്തിലും ബുദ്ധിമുട്ടിലുമാണ് ആ ഇടവക മുഴുവനും, ജനസമൂഹം മുഴുവനും. എല്ലാവരും കരയാത്ത ഒരു മനുഷ്യൻ പോലുമില്ല, എല്ലാവരും കരഞ്ഞു. പക്ഷേ ആ കുട്ടിയുടെ മാതാപിതാക്കളോട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ ഇപ്രകാരം പറയുകയുണ്ടായി, ഞങ്ങളുടെ കേസിന് പോകുന്നില്ല, ഞങ്ങളുടെ കുട്ടിയെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട, ഞങ്ങൾ ഇത് സന്തോഷത്തോടെ വേദനയോടെ അതോടൊപ്പം തന്നെ ദൈവ തിരുമനസ്സായിട്ട് സ്വീകരിക്കുന്നു. ഇനി പൈസ മുടക്കി കേസ് കളിച്ച് ഇതിൻ്റെ പുറകെ പോയാൽ ഒരിക്കലും ഞങ്ങളുടെ മരിച്ച കൊച്ചിനെ തിരിച്ചു കിട്ടുകയില്ല. ഹോസ്പിറ്റലുകാർ വിചാരിച്ചു ഇപ്പോൾ അവിടെ തല്ലിപ്പൊളിക്കാനും ബഹളമുണ്ടാക്കാനും ഇവർ ചെല്ലുമെന്ന്. പക്ഷെ ഇവർ പോയില്ല. ഇവരത് പോകാതിരുന്നതിൻ്റെ കാരണം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ദൈവസ്നേഹമാണെന്ന്, അതിൻ്റെ ഒരു പ്രകടനമാണിതെന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കും. എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32-ാം തിരുവചനം. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ ആർദ്രതയോടെ പെരുമാറുവിൻ. അതെ, ഈ വചനം ആ 5 മാതാപിതാക്കൾ ജീവിക്കുന്നതായിട്ട് എനിക്ക് എല്ലാവർക്കും അനുഭവപ്പെടുകയായിരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞ് കവിയുമ്പോൾ മാത്രമേ ഇത്ര വലിയൊരു ക്ഷമയുടെ ഭാവത്തിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ. 2000 വർഷത്തെ മഹാജൂബിലി ആഘോഷവേളയിൽ പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ അന്ന് വരെ സഭ ചെയ്ത മുഴുവൻ തെറ്റുകൾക്കും പരിഹാരമായി മുട്ടുകുത്തി
നിലം ചുംബിച്ച് പരസ്യമായി കുമ്പസാരം നടത്തിക്കൊണ്ട് മാപ്പ് ചോദിച്ച രംഗം നമ്മുടെയൊക്കെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പരിശുദ്ധ പിതാവിനെ ഇതിന് പ്രേരിപ്പിച്ചത് ഈ വലിയ ദൈവസ്നേഹവും അതിൽ നിന്നൊഴുകുന്ന ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാവവുമാണെന്ന് നമുക്കെല്ലാവർക്കും പറയാനായിട്ട് സാധിക്കും. വീണ്ടും വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ഘാതകനോട് ക്ഷമിക്കുവാൻ സിസ്റ്ററിൻ്റെ മാതാപിതാക്കൾക്ക് സാധിച്ചതും ഈ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ആ വലിയ ഭാവം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം സ്നേഹത്തിൻ്റെ ജീവിതമാക്കി മാറ്റണമെങ്കിൽ, എല്ലാവരെയും നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന സകലരോടും ക്ഷമിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹം എനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ഒഴുക്കാൻ സാധിച്ചാൽ അതാണ് ക്ഷമിക്കുന്ന സ്നേഹമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്രകാരം ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹഭാവം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന നമ്മിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്: ക്ഷമിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം? ക്ഷമിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, കുറവുകളെക്കുറിച്ച് വചനം നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഇപ്രകാരം നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും: ദൈവകൃപ നഷ്ടമാകും. ക്ഷമിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ നിന്ന് മാറ്റപ്പെടും. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവകൃപ നമ്മിൽ നിന്ന് അല്പസമയത്തേക്ക് മാറ്റപ്പെട്ടാൽ നമ്മളൊക്കെ ഒന്നുമല്ലാത്തവരായിട്ട് മാറും. വീണ്ടും നമ്മൾ അശുദ്ധരാകും. നമ്മുടെ ഹൃദയത്തിൽ പാപത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെയൊക്കെ പ്രകടനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം അശുദ്ധമാകും. ക്ഷമിച്ചില്ലെങ്കിൽ അശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ അനുസ്മരിപ്പിക്കും: സാത്താൻ കയറും. ക്ഷമിച്ചില്ലെങ്കിൽ സാത്താന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശനം ലഭിക്കും. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുതെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനത്തിൽ ബാക്കി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത്, ഹൃദയം കഠിനമാകും, അജ്ഞത ബാധിക്കും, ബുദ്ധിയിൽ അന്ധകാരം നിറയും, ദൈവിക ജീവൻ നഷ്ടമാകും. ഈ ഉള്ള കാര്യങ്ങളെല്ലാം, ഇത്തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നൊന്നായി കടന്നു വന്നുകൊണ്ടിരിക്കും. വീണ്ടും പൗലോസ്ലീഹ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം: മനസ്സ് മരവിക്കും, ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കും, എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ അവർ മുഴുകും എന്നാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്. മനസ്സിൽ ക്ഷമ ഇല്ലെങ്കിൽ, ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ തരത്തിലുള്ള പാപ സാഹചര്യങ്ങളിലേക്കെല്ലാം നമ്മൾ കടന്നു ചെല്ലും. അവസാനം എല്ലാത്തരം അശുദ്ധിയിലും മുഴുകുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നമ്മൾ ചെന്നെത്തും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനം പറയും: ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തുവെന്ന്. സ്നേഹമുള്ളവരെ, ക്ഷമിക്കാത്ത ഒരു മനസ്സാണ് എൻ്റേതെങ്കിൽ, നമ്മുടേതെങ്കിൽ, ഈ തരത്തിലുള്ള എല്ലാ അശുദ്ധിയിലേക്കും പാപ സാഹചര്യങ്ങളിലേക്കും നമ്മൾ പതിയെ പതിയെ പടിപടിയായി കടന്നു വന്നുകൊണ്ടിരിക്കും. അവയോടെല്ലാം ഒരു സന്ധിയില്ലാ സമരം ചെയ്ത് ക്ഷമിക്കുന്ന ഹൃദയഭാവങ്ങളോടെ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരോടും പെരുമാറുവാനും, അവരെ സ്വീകരിക്കുവാനും, അവരെ ഉൾക്കൊള്ളുവാനും, അവരെ കയ്യിലെടുക്കുവാനും, അവരെ ചേർത്ത് നിർത്തുവാനും ഒക്കെ സാധിച്ചാൽ നമ്മളെല്ലാവരും ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹം ഹൃദയത്തിൽ സംവഹിക്കുന്ന, അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മക്കളായി മാറും എന്നതിന് സംശയമില്ല. ഹല്ലേലൂയ! യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്കറിയാം ഏതൊക്കെ മേഖലകളിലാണ് എനിക്ക് ക്ഷമ കൊടുക്കാനായിട്ട് സാധിക്കേണ്ടത്. നമ്മളൊരു പക്ഷേ ചിന്തിച്ചേക്കാം, ഒത്തിരിയേറെ മേഖലകൾ നമുക്ക് ക്ഷമ കൊടുക്കാനായിട്ടുള്ളതുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ദൈവത്തോട് തന്നെ ക്ഷമ ചോദിക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന നിമിഷങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി, എൻ്റെ കുറവ് കൊണ്ടാണ് ദൈവത്തിൻ്റെ ക്ഷമ എനിക്ക് സ്വീകരിക്കാനായിട്ട്, ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്തതെങ്കിൽ ആദ്യമായി നമ്മൾ ക്ഷമ ചോദിക്കേണ്ടത് നമ്മുടെ ദൈവത്തോടാണ്. നമ്മോട് തന്നെ നമ്മൾ ക്ഷമ ചോദിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവനോടും നമ്മൾ ക്ഷമ ചോദിക്കേണ്ടിയിരിക്കുന്നു.
എന്നെ വേദനിപ്പിച്ചവരോട്, എന്നെ തള്ളിപ്പറഞ്ഞവരോട്, എന്നെ അപമാനിച്ചവരോട്, എന്നെ മാറ്റി നിർത്തിയവരോട്, എന്നെ തെറ്റിദ്ധരിച്ചവരോട് എല്ലാം ക്ഷമിക്കുന്ന ഒരു സ്നേഹഭാവം കൈമുതലാക്കി പ്രവർത്തിക്കാൻ സാധിച്ചാൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധമായി തീരും. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുവാൻ ഈശോ ഈ നിമിഷം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോ മന്ത്രിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാവരോടും, തന്നെ നിന്ദിച്ചവരോടും, തന്നെ കുരിശിലേറ്റിയവരോടും, തന്നെ മുൾമുടി ധരിപ്പിച്ചവരോടും, തൻ്റെ വസ്ത്രം കീറിയെടുത്തവരോടും, തന്നെ ചാട്ടവാറടിച്ചവരോടും എല്ലാവരോടും ഈശോ ക്ഷമിക്കുകയാണ്. ഈ ഒരു ഈശോയുടെ മനോഭാവം നമുക്കുമുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, ഈ ജീവിതത്തിൽ മനോഹരമായി ദൈവത്തിൻ്റെ സ്നേഹം നാം ആവോളം ആസ്വദിച്ച് ജീവിച്ച് അവിടുന്ന് നമുക്ക് നൽകുന്ന സ്വർഗരാജ്യം സ്വന്തമാക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കും. തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമമാകണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും. നമുക്കറിയാം, ഈ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഒരു ക്ഷമയുടെ ജീവിതം നയിക്കുവാൻ, ക്ഷമിക്കുന്ന സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുക്കുവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുകയുള്ളൂ. ക്ഷമിക്കുന്ന ജീവിതം നയിച്ച് ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ഒരു കൃപയുടെ ജീവിതം നയിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറുമ്പോഴാണ് ഈശോ ആഗ്രഹിക്കുന്ന വിശുദ്ധിയും സ്വർഗരാജ്യവും നമുക്കും സ്വന്തമാക്കാനായിട്ട് സാധിക്കുക. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാം തിരുവചനം പറയുന്നു, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മ പുറപ്പെടാതിരിക്കട്ടെ. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തും, ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതട്ടെ എന്ന്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനം നമ്മളോട് ഓർമ്മപ്പെടുത്തും, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 46-ാം തിരുവചനം നമ്മളെ അനുസ്മരിപ്പിക്കും, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന്. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 17-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തും, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുവിനെന്ന്. ഈ 5 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹം അഭ്യസിച്ച് കൃപയുടെ ജീവിതം നയിക്കുവാൻ, കൃപയുടെ സുവിശേഷങ്ങളായി മാറുവാൻ, ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ സുവിശേഷങ്ങളായി മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈശോയുടെ വിശുദ്ധ കുരിശിൻ്റെ സമീപത്തേക്ക് ഒന്ന് ചെല്ലാം. നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. ആ കുരിശിലേക്ക് ഭാവനയിൽ നമുക്കൊന്ന് ഉറ്റുനോക്കാം. കുരിശിൽ കിടന്നുകൊണ്ട് അവസാനത്തുള്ളി രക്തവും ചിന്തി, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഈശോയുടെ ആ പ്രാർത്ഥന നമ്മുടെയും ജീവിത മന്ത്രമാകട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം